വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, യുവതിവാക്കളെ, ഈസ്റ്റർ ദിനത്തിൽ ഒരു സഹോദരൻ എന്നെ വിളിക്കാനായിരുന്നു. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ ഭാഗത്തുനിന്ന് ഉള്ളൊരു സഹോദരനാണ്. അവിടെ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു, കുടുംബവും ഉണ്ട്, മക്കളുണ്ട്. ഞാൻ സംസാരിച്ച് ആ മനുഷ്യൻ്റെ വലിയ വേദന പറയാം. വേദന ഇതാണ്: സ്വന്തം കുടുംബത്തെക്കുറിച്ചല്ല ആ മനുഷ്യന് വേദന, മറിച്ച് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനും ജോലിക്കും പോകുന്ന നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള വലിയ വേദനയാണ് മനുഷ്യന്. ആ സഹോദരൻ, ഭാര്യയും ആ സഹോദരനും കൂടി പല വ്യക്തികളെയും പല സമൂഹത്തിലെ അധികാരികളെയും സമീപിച്ചു. ഇതിനൊരു പരിഹാര മാർഗം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പല സ്ഥലങ്ങളിൽ നിന്നും തിരസ്കരണമാണ് ഉണ്ടായത്. കാരണം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. മക്കൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ ആ നാട്ടിലുള്ള കുട്ടികളല്ല. ഇവിടെ നിന്ന് പോകുന്നവർ മദ്യത്തിനും മയക്കുമരുന്നിനും ചെടിക പാപങ്ങൾക്കും ലിവിങ് ടുഗദർ അല്ലെങ്കിൽ സ്വർഗ വിവാഹം അങ്ങനെയുള്ള സ്വർഗ മേഖലകൾ പെട്ട് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് സഹോദരൻ കാണുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, കാനഡയിൽ നിന്നും അവിടുത്തെ ഒരു മുനിസിപ്പൽ ചെയർമാൻ, ഒരു കൗൺസിലർ ഇത് പറഞ്ഞു തരും. UK നിന്നും പല വ്യക്തികളും ഇത് പറയുന്നുണ്ട്. ഇതാരെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാലുണ്ടോ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ, അവിടെ ജോലി ചെയ്യുന്നവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ മനുഷ്യനെ ആക്രമിക്കുകയും ചെയ്യും. ഇതിക്ക് മുമ്പ് ഇത് പറഞ്ഞ പുരോഹിതന്മാരെ വലിയ വേദനകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്നും ഉള്ള വിദേശത്തേക്കുള്ള പഠനം പല രാജ്യങ്ങളും നിരോധിച്ചു തുടങ്ങി. അമേരിക്ക നിരോധിച്ചു, കാനഡ നിരോധിച്ചു, UK നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളും പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്? വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണ്ട, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ കൊണ്ടുവരണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? കാരണം അവർ പറയുന്ന പ്രകാരമാണ്. ആ സഹോദരൻ വിവരിച്ചു. സഹോദരൻ നല്ല അഗാധമായ ദുഃഖമാണ്. ആ സഹോദരൻ ചോദിച്ചത്, അച്ഛൻ അങ്ങോട്ട് പോരാമോ? അവിടെ യുവതിവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമോ? അല്ലേലിയ. ഞാൻ പറഞ്ഞു, അവിടെ ഇഷ്ടംപോലെ വൈദികരുണ്ട്, പാലക്കാട് രൂപതയിൽ നിന്നുള്ള വൈദികരുണ്ട്. സഹോദരൻ പറഞ്ഞു ഇങ്ങനെയാണ്: വിദേശത്ത് വന്ന് അവിടുത്തെ ഈ യുവതിവാക്കൾ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഇങ്ങനത്തെ കളവിലേക്കോ അല്ലെങ്കിൽ ഈ തിന്മയുടെ ശക്തിക്കോ അങ്ങനെ പോവില്ല. അവിടുത്തെ കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് ഇത് അറിയത്തില്ല. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന യുവതിവാക്കൾ അല്ലെങ്കിൽ പഠനത്തിന് പോകുന്ന പിള്ളേർ അവിടെ കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള മക്കൾ പോലും ഇതിന് അടിമകളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഈ ഇതേപോലത്തെ ബന്ധങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്നത് കൊണ്ട് സ്വന്തം രാജ്യത്തിലെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം മനസ്സിലായോ? അമേരിക്കയും അല്ലെങ്കിൽ കാനഡയും ഓസ്ട്രേലിയയും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ UK നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റോട്ടിൽ ജർമ്മനിലൊന്നും തുപ്പുക പോലുമില്ല. നമ്മൾ റോട്ടിലൂടെ പുറന്നു പോയാൽ നമുക്കറിയാം, തുപ്പാൻ വന്ന അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ വേസ്റ്റ് ഇടും. ഞാൻ ജൂബിലി ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ കാണാനിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി, ഈ നല്ല 10-60 വയസ്സായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഫ്രൂട്ടി ഒരു ജ്യൂസ് കഴിച്ചുകൊണ്ടാണ് നടന്ന്. നല്ല ഗ്രാനൈറ്റ് ഇട്ട സ്ഥലം. ആ ഫ്രൂട്ട്സിൻ്റെ സ്ട്രോ എടുത്ത് ആ താഴേക്ക് ഇട്ടിട്ട് പോവുകയാണ്. ഒരു 100-300 ആളോടത്തോടെ ഇരിക്കുന്നതിൻ്റെ മുമ്പിലാണ് അത് വലിച്ച് താഴോട്ടിടുന്നു. അല്ലെരിയാം. അത് വേസ്റ്റ് ബോക്സ് അവിടെയുണ്ട്.
അത് കളക്ട് ചെയ്യാൻ ആളുകളുണ്ട്. അതൊന്നും നമുക്കൊരു ബാധകമല്ല, വിഷയമല്ല. അവനവൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വൃത്തിയും മെനയായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിക്കുക, കള്ളത്തരം കാണിക്കാതിരിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനത്തിന് അത്ര എളുപ്പമായ കാര്യമല്ല. അതുകൊണ്ട് സഹോദരൻ പറയുന്നത് പ്രകാരമാണ്, വിദേശ രാജ്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ നിന്നുള്ള കുത്തൊഴുക്ക് നിരോധിക്കും ഫാദർ. നിരോധിക്കാതെ പറ്റില്ല. ഇല്ലെങ്കിൽ എന്നിട്ട് സഹോദരൻ വന്ന് അച്ഛനൊന്ന് വന്ന് കാണും. കേരളത്തിൽ നിന്ന് പഠനത്തിന് വേണ്ടി മാതാപിതാക്കന്മാർ ലോൺ എടുത്ത് കൊടുത്ത് വിടുന്ന മക്കൾ അവിടെ കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ. കാരണം അതിൽ ആ സഹോദരൻ പറഞ്ഞെങ്ങനെയാണ്, ഇവിടെ മാതാപിതാക്കന്മാരോടൊത്ത് ജീവിക്കുമ്പോൾ അവന് സ്വാതന്ത്ര്യമില്ല. ഹല്ലേലൂയ. ആദ്യ മാതാപിതാക്കന്മാരെന്ത് ചെയ്ത്? അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്തു, ആദവും ഹവ്വായും ചെയ്തു. അതുകൊണ്ട് എന്തുണ്ടായി? അവരെ അവിടെ നിന്ന് തിരസ്കരിച്ചു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ എങ്ങനെയാകുന്നു, എന്തുകൊണ്ട് ഇവർക്ക് മോറൽ എന്ന് പറഞ്ഞാൽ ധാർമ്മികത നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ഇവിടുന്ന് പോകുന്ന എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഭൂരിഭാഗം. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വിദേശത്ത് പോകുന്ന ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞിങ്ങനെയാണ്, ഫാദർ ജോലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്, പക്ഷേ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഞങ്ങൾക്ക് ആകുലതകളുണ്ട്. കാരണം വിദേശത്ത് പോയി പൈസ ജോലി ചെയ്താൽ ശമ്പളം കിട്ടും, സമ്പാദ്യം കിട്ടും, പക്ഷേ മക്കൾ തകരുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം ചെയ്യണം, ഞങ്ങളുടെ മക്കൾ വിശുദ്ധിയിൽ വളർന്നു വരാൻ വേണ്ടി അച്ഛൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കാരണം ഈ പോകുന്ന എല്ലാവർക്കും അറിയാം, വിദേശത്ത് പോയാൽ ഇഷ്ടംപോലെ സമ്പാദ്യം കിട്ടും. ആദ്യത്തെ പോലെ കിട്ടത്തില്ല. ഹല്ലേലൂയ. ആദ്യം കേരളത്തിൽ പോകുന്ന ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഗൾഫായിരുന്നു. ഇപ്പോൾ ഗൾഫല്ല, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അങ്ങനെയുള്ളതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഏറ്റവും മുമ്പ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്നുള്ള 211 ആളുകളെ ഫ്ലൈറ്റ് കയറ്റി കേരളത്തിലേക്ക് വിട്ടു. ഇന്ത്യയിലേക്ക് വിട്ടു. രണ്ടാമത്തേത് എങ്ങടെ വിട്ടതെന്ന് വെച്ചാൽ പഞ്ചാബിലേക്ക് ഒരു ഫ്ലൈറ്റ് വിട്ടു. കാരണം ഈ നുഴഞ്ഞു കയറ്റക്കാരും കള്ളത്തരത്തിലൂടെ പറഞ്ഞു. ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു. വേറെ പല നമ്മുടെ നാട്ടിൽ നിന്ന് പോയ പല സഹോദരന്മാർ പറയണത്, കളവ് ചെയ്യാനായിട്ട് അറിയാവുന്ന ഒരു സമൂഹം ആരാണെന്ന് വെച്ചാൽ കേരളീയർ. കളവ്, വക്രത, എല്ലാ മേഖല അതിൽ നമുക്ക് സ്പെഷ്യലിസ്റ്റാണെന്ന് പറയണം. ഞാനത് പറഞ്ഞു വന്നതിൻ്റെ കാരണം, ഇങ്ങനെ നിങ്ങൾ മക്കളെക്കുറിച്ച് ആദ്യം ഭീതിയുമുള്ള നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികളെക്കുറിച്ച് ആദ്യം ഭീതിയും നിങ്ങൾക്കുണ്ടോ? ഇല്ലേ? അതിനുള്ളൊരു മാർഗം പറഞ്ഞു തന്ന പാപ്പായാണ് ഫ്രാൻസിസ് പാപ്പ. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ആ ഈസ്റ്ററിൻ്റെ അന്ന് ഉച്ചയ്ക്കാണ്. കാരണം ഇവിടുത്തെ ശുശ്രൂഷകരാരോ സിസ്റ്റർ കൗൺസിലറെ വിളിച്ച് സംസാരിച്ചു, വിദേശത്തെ യുവതിവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞങ്ങളുടെ അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ നമ്പർ സഹോദരൻ കിട്ടി. സഹോദരൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, ആ മനുഷ്യൻ്റെ വേദന ഇങ്ങനെ പറഞ്ഞിരിക്കുക. ഒരു ഡാം വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ തുറന്നിടുന്നത് പോലെയാണ്. ആ സഹോദരനോട് പറഞ്ഞു, നമ്മളിത് സംസാരിച്ചു കൊണ്ടിരുന്നാൽ നിഷ്ഫലമാണ്. മാത്രമല്ല, ഞാൻ കരുണയുടെ സമയത്ത് ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണ് ഒരു ഇൻ്റർനാഷണൽ കോളായതുകൊണ്ട് ഞാൻ കണ്ടെടുത്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം, മാർപ്പാപ്പ മറ്റുള്ള മാർപ്പാപ്പവരെല്ലാം ശക്തരാണ്. ഓരോ മാർപ്പാപ്പ കഴിയുമ്പോഴും നമ്മൾ പറയും, ഈ മാർപ്പാപ്പ എന്താണെന്ന് വെച്ചാൽ ഇത് മറക്കാനാകാത്ത മാർപ്പാപ്പയാണ്. ജോൺ പോൾ രണ്ടാമൻ മരിച്ചപ്പോഴും നമ്മൾ കാലം ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞത് മറക്കാനാകാത്ത മാർപ്പാപ്പ. കാരണം എന്താ? ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് വലിയൊരു നീണ്ട നിര പ്രഖ്യാപിച്ച ഒരു പാപ്പായാണ്, വിശുദ്ധനാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ. അത് കഴിഞ്ഞ് വന്ന മാർപ്പാപ്പ ചെയ്ത ആരാണെന്ന് വെച്ചാൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ. ബെനഡിക്റ്റ് മാർപ്പാപ്പ ചെയ്തെന്ന യുവതിവാക്കളെ ആകർഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? യുക്യാറ്റ് എന്ന പുസ്തകം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തുടങ്ങി വെച്ച യുവതിവാക്കളുടെ കൺവെൻഷനുകളിൽ യുവതിവാക്കളോട് ഒത്ത് ചേരാനായിട്ട് ആഗ്രഹിച്ചു പോയി. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, മാർപ്പാപ്പ
സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ചെയ്തത് ഏകദേശം 5000 വൈദികരെ, ഡെലിവറൻസിൻ്റെ വൈദികരെ ഓരോ ദേശത്തേക്കും വിട്ട് പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ പറഞ്ഞു. ഹല്ലേലൂയ. വീണ്ടും കടന്നു വന്ന ഫ്രാൻസിസ് പാപ്പാപ്പ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എന്താണ് ഇത്, വിശുദ്ധ കുർബാനയിൽ യൗസേപ്പ് പിതാവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ചാൽ കെട്ടുകൾ അഴിക്കുന്ന, കുടുക്കുകൾ അഴിക്കുന്ന മാതാവിനെ കൂടുതൽ ഈ ലോകത്തിന് പ്രചരിപ്പിച്ച ഒരു പാപ്പായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഈ പുസ്തകം അതിനു മുമ്പ് ഇറക്കപ്പെട്ടതാണ്. പക്ഷേ നമുക്കറിയാം മാർപ്പാപ്പ ഒരു കോൺഗ്രിഗേഷൻ്റെ അംഗമായിരുന്നു. ആ കോൺഗ്രിഗേഷനിൽ അംഗമായിരുന്ന സമയത്ത് പ്രൊവിൻഷ്യാലോ ജനറലായിരിക്കുമ്പോൾ ആ കോൺഗ്രിഗേഷനിൽ കുറേ നിയമങ്ങൾ പാപ്പ കൊണ്ടുവന്നു. പാപ്പ കർശന നിയന്ത്രണം നടത്തുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിയമത്തെ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ എന്താ ഉണ്ടായത്, മാർപ്പാപ്പ ആ രാജ്യത്തു നിന്ന് തന്നെ തിരസ്കരിക്കപ്പെട്ടു. അവിടെ നിന്ന് വന്ന് താമസ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ജർമ്മനിയിലാണ്. ആ രാജ്യത്ത് പോലും നിൽക്കാൻ പാടില്ലെന്നോ അങ്ങനെ നിയമം കൊണ്ടുവന്നു. ജർമ്മനിയിൽ വന്ന് ഒരു ആശ്രമത്തിൽ എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഇടവകയിലാണ് ഈ മാതാവ് കുടുക്കുകളഴിക്കുന്ന അല്ലെങ്കിൽ കെട്ടുകളഴിക്കുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണമുള്ള ഒരു പള്ളി. നമുക്കറിയാം ഒരു കുടുംബജീവിതത്തെ ആസ്പദമാക്കിയാണ് ആ നവനാൾ തുടങ്ങുന്നത്. കുടുംബജീവിതത്തിൽ 2 വ്യക്തികൾ പിരിയാൻ പോകുമ്പോൾ ഒരു വൈദികൻ അവർക്ക് വേണ്ടി നിങ്ങൾ കഴുത്തിൽ കെട്ടുന്ന ആ താലി, അതിൽ 7 കുടുക്കോ അങ്ങനെയുണ്ട് അല്ലേ, ആ കെട്ടുകൾ ഉള്ള താലി ഈ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താ കഴിഞ്ഞാൽ ഇവർ വലിയ പ്രശ്നമായിട്ട്, വലിയ ഭിന്നതയായിട്ട് പിരിയാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഇതിനു വേണ്ടി, കെട്ടുകൾ അഴിയുന്നതിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. മാതാവിന് അഴിക്കപ്പെടാത്തതായിട്ട് ഒരു കുടുക്കുകളില്ല, എല്ലാം പരിശുദ്ധമ്മയ്ക്ക് സാധിക്കുമെന്നുള്ളൊരു കാര്യം ആ വൈദികൻ അവരോട് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്ന് പറയുന്നതിൻ്റെ കാരണം കാലഘട്ടത്തിൽ അനേകം മക്കൾ വിവാഹം ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ വേർപിരിഞ്ഞ് ജീവിക്കുന്ന കാലാവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കാൻ. ഹല്ലേലൂയ. സ്വരം എടുത്ത് പറയാം ഹല്ലേലൂയ. ഒരു കൈകൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം നമ്മളത് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് പാപ്പ ഈ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. കാരണം എല്ലാവരും തിരസ്കരിക്കപ്പെട്ടു. പാപ്പായെ അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? ഈശോ മിശിഹാ. വലിയൊരു സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെയാണ് ഈ പാപ്പ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം പ്രൊവിൻഷ്യാൽ എന്ന സ്ഥാനത്തൊന്ന് മാറ്റി ആ രാജ്യത്ത് നിൽക്കാതെ വേറൊരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുക. കാരണം നിയമം കൊണ്ടുവന്ന് അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പിന്നീട് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ കുടുക്കുകളിൽപ്പെട്ട് അഴിയപ്പെടാത്ത മേഖല പോലെ കിടക്കുന്ന മനുഷ്യൻ, ഈ പുരോഹിതനെ കർത്താവ് പടിപടിയായിട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. തിരിച്ചു ചെല്ലുന്നത് ഒരു മെത്രാനായിട്ടാണ്, പിന്നെ ആർച്ച് ബിഷപ്പായി, പിന്നെ കർദിനാൾ, അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നു. അങ്ങനെ ബെനഡിക്റ്റ് മാർപ്പാപ്പ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഈ ഫ്രാൻസിസ് പാപ്പയാണ്. എന്താ ഹവാഹാന്നോ ഉണ്ട് പാപ്പയുടെ പേര്. ഇന്നലെ പാപ്പയുടെ പേര് എഴുതി കാണിക്കുന്നത് 266 പാപ്പ. 88 വയസ്സ് കഴിഞ്ഞു. ആ വയസ്സിലാണ് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നിത്യസമ്മാനത്തിനായി എടുക്കപ്പെട്ടത്. പാപ്പായുടെ ശക്തമായിട്ടുള്ളൊരു ആഹ്വാനമായിരുന്നു എല്ലാ മക്കളും കുടുക്കുകളഴിക്കുന്ന, കെട്ടുകളഴിക്കുന്ന മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് അതിൻ്റെ ഒരു പുസ്തകം കിട്ടി. അത് ഞാൻ കുറച്ച് പുസ്തകം വാങ്ങി നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ വീണ്ടും അതിൻ്റെ പുസ്തകം അടിക്കാമാണ്. ശക്തമായ പ്രാർത്ഥനയാണ്. അതിൻ്റെ 7ാമത്തെ ദിവസത്തെ നൊവേനയിൽ ഇപ്രകാരം പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് സകല പിശാചുക്കളുടെ ശക്തിയുടെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. നമ്മളറിയാതെ നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സുഖപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ത്യാഗങ്ങൾ എടുക്കണം, കുറച്ച് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാണ്.
ഞാൻ പുസ്തകം അടിച്ചു വെച്ചാൽ കുഴപ്പം തന്നെ ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും എടുത്തിട്ടു. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന പുസ്തകം ഫ്രീ ആയിട്ട് അടിച്ചതുകൊണ്ട് എല്ലാ ദിവസവും വരുമ്പോൾ ഓരോ പുസ്തകം എടുത്തിട്ട് പോകുന്നവരുണ്ട്. ഞാൻ ഒരാളോടെയും ചോദിച്ചു, വീട്ടിൽ 6 പുസ്തകം 5 പുസ്തകം ഇരിപ്പുണ്ട്, ഇത് 6ാമത്തേലെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ശരിയാണ് വെച്ചാന്ന് പറയും. കാരണം വെറുതെ എടുക്കുമ്പോൾ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, എന്താണെന്ന് വെച്ചാൽ പോറ്റേന്ന്. അല്ലല്ലിയ. ഞാൻ ഈ മണ്ണാർക്കാട് ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ മണ്ണാർക്കാട് ആ ഞൊട്ടമല ഇറങ്ങുന്ന സമയത്ത് അവിടെ വണ്ടിക്ക് തിരിക്കുന്ന സമയത്ത് അവിടെ കല്ലുകളൊക്കെ പൊങ്ങി വരും. ഇപ്പം അവിടെ ടൈൽസ് ഇട്ട് ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് ഈ കല്ലുകളൊക്കെ പൊങ്ങി നിൽക്കുന്നത് 2 ചാക്ക് കൊണ്ടുവന്ന് ചാക്കി കയറ്റി കൊണ്ടുപോവാണ്. അല്ലേ ഈ മലയാളിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഊറ്റുക എന്നുള്ളത്. ഊറ്റുക, എന്ത് കിട്ടിയാലും ആസിഡ് വെറുതെ കിട്ടിയാലും കുടിക്കുക. ഞാൻ ഓർക്ക അത്രയും വണ്ടികൾ അതിലൂടെ പോകുന്നുണ്ട്. എടുക്കുകയാണെങ്കിൽ രാത്രി വന്നോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ ഒന്നും എടുക്കാൻ പോകണേ. ഇത് പകൽ വന്ന് 2 ചാക്ക് നിറച്ച് ഈ കരിങ്കല്ല് കയറ്റിട്ട് പോവാ. എന്ത് കിട്ടിയാലും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ. നമ്മൾ അതിൻ്റെ പുസ്തകം കോപ്പിറൈറ്റ് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട്. നമ്മളൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആവശ്യം നടന്നാൽ അത് നമ്മൾ അടിച്ചിറക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ഒരു 2017 തൊട്ടാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അത്ഭുതകരമായിട്ട് ഈ ശുശ്രൂഷാലയത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പുസ്തകം അടിച്ചത്. അത് മെയിനായിട്ട് അടിച്ചിറക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കൂതാശയിൽ സ്വീകരിച്ചവർ പിരിഞ്ഞു പോകുന്ന മക്കൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ആ പുസ്തകം അടിച്ചിറക്കുന്നത്. രണ്ടാമത് പാപ്പ പറഞ്ഞത് പ്രകാരമാണ് ഉറങ്ങുന്ന ഔസേപ്പിതാവിനെക്കുറിച്ചും ഈ ഔസേപ്പിതാവ് എന്ന നാമം പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാനും ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. പാപ്പ പറഞ്ഞത് 2 കുടുംബ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന 2 അല്ലെങ്കിൽ 3 അത്ഭുത ശക്തികളാണ്. ഒന്ന് ഈശോ മിശിഹായെക്കുറിച്ച്. ഹല്ലേലൂയ. പാപ്പ പറഞ്ഞ ഈശോ മിശിഹായെ നിങ്ങൾ പ്രഘോഷിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ പ്രഘോഷിക്കണം. ഹല്ലേലൂയ. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, സ്വവർഗ വിഭാഗം നടത്തുന്നത് പോലും പാപ്പായെ കാണാൻ പോകുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിരീശ്വരവാദികൾ ഏറ്റവും കൂടുതൽ ടോക്കുകൾ കേട്ടിട്ടുള്ളത് ഫ്രാൻസിസ് പാപ്പായുടെയാണ്. അതുകൊണ്ട് ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത് പറഞ്ഞത് എന്താ, യൗസേപ്പിതാവിനെ കുറിച്ച്. മൂന്നാമത് പറഞ്ഞത് കൊടുക്കുകളിരിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മറ്റ് മാർപ്പാപ്പ പറഞ്ഞിട്ട് വ്യത്യസ്തനായിട്ട് കുർബാനയിൽ പോലും പാപ്പ യൗസേപ്പിതാവിൻ്റെ പേര് ചേർക്കാനായിട്ട് ഇടവന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണം, കുടുംബ പ്രശ്നങ്ങളിൽ കിടന്ന് നിങ്ങൾ വലയുമ്പോൾ, കുടുംബ പ്രശ്നങ്ങളിൽ കിടന്ന് നിങ്ങൾ നെട്ടം തിരിയുമ്പോൾ, നിങ്ങൾക്ക് ആശ്വാസമായ, ആശ്രയമായ, പ്രത്യാശയുള്ള, വിശ്വാസത്തോടുകൂടി ദൃഢമായിട്ട് വിളിച്ചാൽ നിങ്ങൾ സഹായിക്കാൻ വരുന്ന വ്യക്തികളാണ് ഈ 3 വ്യക്തികളെന്ന് പാപ്പ മരിക്കുന്നതിന് മുമ്പ് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പാപ്പ അനേക സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു പാപ്പയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിശുദ്ധ പറയുന്ന ഒരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വാക്കിൽ ഇപ്രകാരം പറയാണ്, ജൂലി ബെല്ലാഡ് എന്ന് പറയുന്ന വിശുദ്ധ പറയാണ്, വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് കുരിശിൻ്റെ സ്കൂളിൽ പരിശീലനം നൽകുന്നു. ഹല്ലേലൂയ. അപ്പോൾ വലിയ സഹനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, വലിയ വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ വിശ്വാസക്കുറവിലൂടെ നിങ്ങൾ അത് ദുഃഖിച്ച് കരഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ, അത് വലിയ ദൗത്യം നിങ്ങളെ ദൈവം ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ സഹോദരനോട് പറഞ്ഞു, എന്നെ ഈ ബ്രിസ്ബണിൽ നിന്ന് വിളിച്ച്, സഹോദര നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഏതെങ്കിലും ഒരു വൈദികൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥിക്കാൻ കടന്നു വരണമേ എന്ന് തുടങ്ങുക. അല്ലാതെ ആദ്യം ചെയ്യേണ്ടത് എന്താ, ധ്യാനമല്ല. എല്ലാവരും ചെയ്യുന്ന ആദ്യം ധ്യാനം കൊണ്ടുപോയി ചെയ്യുക എന്നുള്ള. പരിശുദ്ധ അമ്മയുടെ 33 ദിവസത്തെ സമർപ്പണ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ലോക മനസാക്ഷി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് വലിയ ദൗത്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് കുരിശിൻ്റെ സ്കൂളിൽ
പരിശീലനം നൽകപ്പെടും. നമ്മുടെ മക്കളൊന്നും വലിയ ദൗത്യം ഏൽപ്പിക്കാനുള്ളതാണ്, പക്ഷേ കുരിശിൻ്റെ വഴിയിലോ കുരിശിൻ്റെ സ്കൂളിലോ അവർ പഠിക്കാൻ തയ്യാറല്ല. ഞാൻ ഓർക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പഞ്ചാബ് മിഷനിൽ കുരിശിൻ്റെ വഴി നടത്തുക. പഞ്ചാബ് മിഷനിൽ റോട്ടിലൂടെ കുരിശിൻ്റെ വഴി നടത്തി പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളും വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഒരാൾ മുട്ടുകുത്താൻ വഴിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് റോഡാണ്, ചെളിയുള്ള സ്ഥലം, പൊടിയുള്ള സ്ഥലം. ഞാൻ കണ്ടത് അവിടെയുള്ള പിള്ളേർ, അവിടെയുള്ള അമ്മമാർ, അപ്പന്മാർ എല്ലാവരും മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താ? ഈശോ മിശിഹ ഇതിലും വലിയ സഹനത്തിലൂടെയും വേദനയിലൂടെയാണ് കടന്നുപോയത്. ഹല്ലേലൂയ. നമ്മൾക്ക് തോന്നും ഞാൻ മുട്ടുകുത്തിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അതാണ് വിശ്വാസക്കുറവ്. വിശ്വാസമുള്ളവന് ഈശോ സഹിച്ച ആ പീഡകൾ, ആ വേദനകൾ ഏറ്റെടുക്കാൻ ഈസിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വലിയ ദൗത്യം ഏൽപ്പിക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെ അവഹേളനങ്ങളും ഈ ലോകത്തിൻ്റെ കുത്തുവാക്കുകളും ഈ ലോകത്തിൻ്റെ പീഡകളും ഏൽക്കാൻ തയ്യാറായാൽ മാത്രമേ ദൈവം വലിയ പദ്ധതി നമ്മളിലൂടെ ചെയ്യുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ സഹനങ്ങൾ കിട്ടുന്നവർ തളരരുത്, സഹനങ്ങൾ വേദനിക്കരുത്, നിരാശപ്പെടരുത്. സഹനങ്ങളൊക്കെ കൂടി വരുമ്പോൾ, വേദനകൾ കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വലിയൊരു ചിന്ത എന്തായിരിക്കും? പ്രാർത്ഥിച്ചവർക്ക് ഇത്രയാണ്, അപ്പോൾ പ്രാർത്ഥിക്കാത്തവരുടെ കഷ്ടം എത്ര. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? പ്രാർത്ഥിക്കുന്നവരാകുമ്പോൾ ഒന്ന് മരിച്ചെങ്കിൽ നന്നായിരുന്നു കർത്താവേ, അല്ലേ? അല്ലെങ്കിൽ പറയുമോ ഒന്ന് ആത്മഹത്യ ചെയ്തെങ്കിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടായിരുന്നു. യൂദാസ് ആത്മഹത്യ ചെയ്തു, അതിലൂടെ ആദ്യത്തെ ആത്മഹത്യ പ്രവർത്തനം തുടങ്ങി. മനസ്സിൽ സാത്താൻ വിതയ്ക്കുന്ന ആദ്യത്തെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, സഹനങ്ങളുടെ തീച്ചുകളിലൂടെ നടന്നു പോകുമ്പോൾ ഒന്ന് മരിച്ചെങ്കിലോ, അല്ലെങ്കിൽ ഒന്ന് ആത്മഹത്യ ചെയ്തെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെ നിരാശയുടെ വക്കിലേക്ക് പോകുന്നത്. അത് പ്രത്യാശയല്ല, അത് നിരാശയാണ്. ഹല്ലേലൂയ. നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കടബാധ്യതയുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ 33 പ്രാവശ്യം ഓരോ ദിവസവും ഒരു 12 ദിവസം അടുപ്പിച്ച് ചൊല്ലുക. വലിയ വ്യത്യാസം ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഭവനമില്ല, സ്ഥലമില്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം 14 തൊട്ട് 21 വരെയുള്ള വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ പൈശാചികമായ ആക്രമങ്ങൾ, പീഡകളുണ്ടെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 തൊട്ട് 29 വരെ 40 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരു 7-12 ദിവസം ചൊല്ലുക. ഹല്ലേലൂയ. അത് ചൊല്ലണമെങ്കിൽ ഏകദേശം 45 മിനിറ്റ് വേണം. 45 മിനിറ്റ് ഈ 40 പ്രാവശ്യം ഏത് ചൊല്ലണമെങ്കിൽ മർക്കോസ് 9, 14, 29. അതിൻ്റെ വചനം തന്നെയാണ് അപസ്മാര രോഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രോക്ക് സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 തൊട്ട് 15 തൊട്ട് ഉള്ള വാക്യങ്ങൾ. അത് 17, 18 പ്രകാരമാണ്. യേശുവിനെ ശാസിച്ചു, പിശാച് അവനെ വിട്ടുപോയി. അല്ലെ, നിരന്തരമായിട്ട് തടസ്സങ്ങളും നിരന്തരമായിട്ട് രോഗങ്ങളും നിരന്തരമായിട്ട് മരണങ്ങളും കുടുംബത്തിൽ ആയുസ്സെത്താതെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് മാറും, വ്യത്യാസമുണ്ടാകും. അപസ്മാര രോഗികൾക്ക് ഞാൻ കൊടുക്കുന്ന വചനം ഈ മത്തായി 17, 18 അത് ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ സൗഖ്യം പ്രാപിക്കാറുണ്ട്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കാരുണ്യം കാണിക്കാത്തവരുടെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും. നമ്മളെല്ലാവരോടും കാരുണ്യം കാണിക്കണം. എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. ഒരു സഹോദരി ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. ഇവിടെ കുടുംബത്തിൽ 4-5 വ്യക്തികളാണ്. അവർ 5 വ്യക്തികളും വിവാഹം കഴിച്ചിട്ടില്ല. മൂത്ത ചേട്ടൻ്റെ വയസ്സ് 55, 53 വിവാഹം കഴിക്കാൻ അവർക്ക് പറ്റുന്നില്ല. മാത്രമല്ല അനേകം രോഗങ്ങൾ കുടുംബത്തിൽ കടന്നു വരികയാണ്.
ഈ സഹോദരിയെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഈ സഹോദരിയുടെ ഒരു സൈഡ് പാരലൈസ്ഡ് ആയി പോവുകയാണ്, വലിയ വേദനയാണ്, ചികിത്സ ചെയ്തു, ചികിത്സ ചെയ്യാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്, ഉപജീവനത്തിന് വേണ്ടി കൂലിവേലയ്ക്ക് പോയി ജീവിക്കുന്നൊരു കുടുംബമാണ്. എൻ്റെ സഹോദരൻ വയറ്റിൽ ഈ കുടലുകളെല്ലാം മുറിച്ച് കളയുന്നു, അങ്ങനത്തെ ഒരു അസുഖം. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അതെന്തെങ്കിലും ആഭിചാര പ്രവൃത്തികൾ ചെയ്തതാണ് കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഈ സഹോദരിയുടെയും പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലോടും വിരോധമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അച്ഛാ അത് മാത്രം പറയരുത്, ക്ഷമിക്കാൻ പറയരുത്, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നമുക്ക് ഒരാൾക്കും ക്ഷമിക്കാൻ പറ്റില്ല, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ ക്ഷമിക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, പിതാവേ ഇവരെന്ത് ചെയ്യുന്നെന്ന് ഇവരോട് ക്ഷമിക്കണമേ, ഇവരെന്ത് ചെയ്യുന്നെന്ന് ഇവരോട് ക്ഷമിക്കണം. അപ്പോൾ പിതാവിൻ്റെ സ്കൂളിൽ പോകണമെങ്കിൽ, പിതാവിൻ്റെ സ്കൂളിൽ പഠിക്കണമെങ്കിൽ, പിതാവിൻ്റെ കൂടെ ആയിത്തീരണമെങ്കിൽ ഈശോ പറഞ്ഞ കർത്താവേ ഇവരെന്ത് ചെയ്യുന്നെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ. സ്നേഹമുള്ളവരെ, എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കാൻ പറഞ്ഞു. അത് തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരി കരയാൻ തുടങ്ങി, ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ ഷോൾഡർ മുകളിൽ തൊട്ട് താഴെ വരെയുള്ള ആ വേദന കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകി. തിരിച്ചു പോകുന്ന വലിയ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ സഹോദരി ആരുടെ സ്കൂളിൽ ചേർന്നു? കർത്താവിൻ്റെ ICSC സ്കൂളിൽ ചേർന്നു. ICSC സ്വർഗത്തിലേക്കുള്ള സ്കൂളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുട്ടികളെല്ലാം നമ്മളിപ്പോൾ വിടാൻ ഉദ്ദേശിക്കുന്നത് ICSC സ്കൂളാണ്. കർത്താവ് ICSC സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്, ഹയർ സ്റ്റഡി മുകളിൽ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കാരാക്കുറിശി ഇടവകയിൽ ഒരു ധ്യാനം നടത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ടീച്ചർ വന്നു. ടീച്ചറിന് അമ്മായിയമ്മയോട് ഭയങ്കര വേദനയാണ്, ഭയങ്കര കാര്യമാണ്. അമ്മായിയമ്മയുടെ പേര് പറഞ്ഞാൽ പറയുന്നവൻ്റെ മെക്കെട്ട് കയറും. ഞാൻ അമ്മായിയമ്മയുടെ പേര് പറഞ്ഞു കണ്ണും കൈയൊക്കെ പൊക്കിയിട്ട് പറഞ്ഞു, അത് മിണ്ടരുത് അച്ഛാ, മിണ്ടരുത്. കാരണം എന്താ, അത്രമാത്രം വെറുപ്പ് ഈ സഹോദരിയുടെ ഉള്ളിൽ അമ്മായിയമ്മയെക്കുറിച്ച് ഇരിക്കുകയാണ്. അമ്മായിയമ്മ, ഞാൻ ചോദിച്ചപ്പോൾ അമ്മായിയമ്മ എങ്ങനെ, അവൾ കിടപ്പാന്ന് പറഞ്ഞു. എഴുന്നേക്കാൻ പറ്റില്ല, അവിടെ കിടക്കട്ടെ അച്ഛന്ന് പറഞ്ഞു. കാരണം എഴുന്നേറ്റാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, കിടന്നാൽ എനിക്ക് ജീവിക്കാൻ പറ്റും. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് എളുപ്പമാണ് അച്ഛാ, നേരിട്ട് ഓടി വരില്ലല്ലോ. കിടക്കുന്ന ഒരാളെക്കുറിച്ച് നമുക്ക് പേടിക്കണ്ട. കാരണം എന്താ, വഴക്കൂടി കഴിയുമ്പോൾ അടിക്കാനോ ഇടിക്കാനോ കുത്താനോ വെട്ടാനോ ഓടി വരില്ല. ഞാനിപ്പോൾ ഈ സഹോദരന് വേണ്ടി ഈ ടീച്ചർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എൻ്റെ പാട്ടുകാരൻ കണ്ടുകൊണ്ടിരിക്കുക. അവങ്ങനെ നോക്കാം എന്താ നടക്കുന്നതെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചു. പരിശുദ്ധാത്മാവ് ഈ സഹോദരിലേക്ക് ഇറങ്ങി വന്നു. എന്തുണ്ടായെന്ന് വെച്ചാൽ, ഈ സഹോദരി സൗഖ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ സഹോദരി വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എന്താണ്, ശത്രുവായ അമ്മ എഴുന്നേറ്റ് നടക്കുന്നു. അങ്ങനെ ധ്യാനം കൂടാൻ വന്ന ടീച്ചറും കിടപ്പിലായ അമ്മയും അന്ന് മുതൽ അവർ സ്നേഹത്തിലായി. പീലാത്തോസും ഹെരോദോസും സ്നേഹത്തിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, ആരെ വിധിച്ചപ്പോഴാണ്? യേശു ക്രിസ്തുവിനെ. അങ്ങനെ ധ്യാനം കൂടിയ ടീച്ചർ അമ്മായിയമ്മയോട് ക്ഷമിച്ച സമയത്ത് ഉള്ള സംഭവം, അമ്മായിയമ്മ എഴുന്നേറ്റ് നടന്നു. വെറുപ്പ്, വലിയ വേദന ഉള്ള. ഞാനത് പറഞ്ഞതിൻ്റെ കാരണം, കർത്താവിൻ്റെ കാരുണ്യം തൊട്ടടുത്ത് വരുന്ന പതിവ് പറയാണ്, കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായി വിധിയുണ്ടാകും. അപ്പോൾ എല്ലാവരോടും കാരുണ്യം കാണും. തൊട്ടടുത്ത് പറയുന്നവരാണ്, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരും. കാരുണ്യം വിധിയുടെ മേൽ വിജയം വരും. കർണക്കൊന്ത ചൊല്ലിക്കഴിഞ്ഞാൽ 3 മണിക്ക് കർത്താവിൻ്റെ ആലയത്തിലോ നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്തോ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചാൽ അത് ദണ്ഡവിമോചനമാണ്. ഹല്ലേലൂയ. എവിടെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ഒന്നാമത്തേത് 1190 ഖണ്ഡികയിൽ പൗസ്റ്റീനോട് ഈശോ പറയുകയാണ്, ഈശോയെ, നീരൊഴിക്കൽ എന്ന പോലെ എൻ്റെ എല്ലാ മുറികളിൽ നിന്നും ആത്മാക്കൾക്കായുള്ള ഒരു കരുണ ഒഴുകുന്നു. ഈശോ പറയുന്നു.
അപ്പോൾ പക്ഷേ അഗാധമായ കരുണയുടെ ഉറവയായ എൻ്റെ ഹൃദയത്തിലെ തിരുമുറിവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ തിരുമുറിവിൽ നിന്നാണ് നമ്മുടെ കരുണ നമുക്ക് വേണ്ടി ഒഴുകുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ആത്മാക്കൾക്കുള്ള എല്ലാ കൃപകളും ഈ ഉറവയിൽ നിന്നാണ് പ്രവഹിക്കുന്നത്. ഈശോയുടെ ഗാഗുൽത്താ മലയിൽ ആ പടയാളി നെഞ്ചിലേക്ക് ഹൃദയത്തിലേക്ക് കുത്തുമ്പോൾ അവിടെ നിന്ന് ഒഴുകുന്ന ആ തിരു രക്തമാണ്, തിരുജലമാണ്, ആ ശരീരമാണ് എല്ലാ കൃപകളുടെയും ഉറവിടമെന്ന് ഫൗസ്റ്റീനയോട് ഈശോ പറയാണ്. എന്നിട്ട് പറയാണ്, അനുകമ്പയുടെ അഗ്നിനാളങ്ങൾ എന്നിൽ കത്തി എരിയുന്നു. അതുകൊണ്ട് ആത്മാക്കളുടെ മേൽ അവ ചൊരിയാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. ലോകം മുഴുവനോടും എൻ്റെ കരുണയെപ്പറ്റി നീ പറയുക. എൻ്റെ കരുണയെപ്പറ്റി ലോകം മുഴുവനും നീ പറയുക. 2000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 2001 മുമ്പ് ഈ കരുണയുടെ ജപമാല പല ധ്യാന കേന്ദ്രങ്ങളും ചൊല്ലുന്നുണ്ടെങ്കിലും നമുക്കൊന്നും അത്രയും പരിചയമില്ലായിരുന്നു. ഇത് പറയുന്നതിൻ്റെ കാരണം നമുക്കെല്ലാം അറിയാവുന്നത് ഒരു ശിക്ഷിക്കുന്ന കർത്താവിനെ കുറിച്ചാണ്, അല്ലേ? ശിക്ഷിക്കുന്ന കർത്താവല്ല, മറിച്ച് കരുണ കാണിക്കുന്ന കർത്താവാണ്. അല്ലേ ഇരിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ആ പോകുന്ന എമ്മാവുസിലേക്ക് പോകുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇവൻ ഞങ്ങളെ രക്ഷിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ രക്ഷപ്പെടണമെന്ന് ജനത്തിന് ആഗ്രഹമുണ്ട്. ആ രക്ഷപ്പെടുന്ന വാതിൽ കൂടിയാണ് അടയ്ക്കപ്പെട്ടത്. ഹല്ലേലൂയ. അതിലടുത്തത് പറയാണ്, പലവരും രോഗികളായിരിക്കുമ്പോൾ ഉപവാസം എടുക്കുന്നുണ്ട്. അങ്ങനെ ഉപവാസം എടുക്കണോ? രോഗിയായി വളരെയധികം കഷ്ടപ്പാടിലൂടെ രോഗത്തിലൂടെ കടന്നു പോകുന്ന ഫൗസ്റ്റീനോട് ഈശോ പറയാണ്, നിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നീ ഇന്ന് ഉപവസിക്കരുത്. അതിന് സിസ്റ്റർ, നീ ഉപവസിച്ചിരുന്നെങ്കിൽ രാത്രി വരെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നില്ല. എന്നാൽ നിൻ്റെ ഉപവസിക്കാതിരിക്കാനുള്ള അനുസരണം മൂലം എനിക്ക് ഉടനെ തന്നെ ആശ്വാസം ലഭിച്ചു. അനുസരണത്തിന് വലിയ ശക്തിയുണ്ട്. പക്ഷേ ഈശോ രോഗിയായിരുന്നുകൊണ്ട്, രോഗിയായുള്ള ഒരാൾ ഉപവസിക്കാൻ തുടങ്ങിയാൽ ഈശോയുടെ അടുത്തിരിക്കാൻ സാധിക്കില്ല. ആരോഗ്യം ഉണ്ടെങ്കിലാണ് ഈശോയുടെ അടുത്ത് ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോയുടെ അടുത്ത് ഇരിക്കണമെങ്കിൽ ആരോഗ്യം ആവശ്യമാണ്. വീണ്ടും പറയാണ്, 811 ഖണ്ഡികയിൽ പറയാണ്, ഈ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. ജപമാല ചെല്ലുന്ന വ്യക്തിക്ക് ദണ്ഡവിമോചനം ഉണ്ടോ? ഏതൊക്കെ ചൊല്ലിയാണ് ദണ്ഡവിമോചനം ഉള്ളത്? ലുത്തിനിയെ ചൊല്ലിയാൽ ദണ്ഡവിമോചനമുണ്ട്. പരിശുദ്ധ രാജ്ഞി ചൊല്ലിയാൽ ദണ്ഡവിമോചനമുണ്ട്. എത്രയും തേയുള്ള മാതാവ് ചൊല്ലിയാൽ ദണ്ഡവിമോചനമുണ്ട്. 4 ജപമാലയും ചൊല്ലിയാൽ ദണ്ഡവിമോചനമുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ ദണ്ഡവിമോചനമുണ്ട്. തിരക്കാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു രഹസ്യം ചൊല്ലി കാഴ്ചവെക്കും. ദണ്ഡവിമോചനം കിട്ടുമോ? അവസാനത്തെ രാജ്ഞിയുടെ പ്രാർത്ഥനയും ലുത്തിനിയെയും എത്രയും തേയുള്ള മാതാവ് ഒഴിവാക്കിയിട്ട് ഒരു ചെറിയ ഷോർട്ട് കൊന്ത, ചെറിയൊരു കൊന്ത. കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ പല സാധനങ്ങളും ഇരിപ്പുണ്ട്. അതുകൊണ്ട് പ്രകാരം പറയാണ്, കരുണയുടെ കൊന്ത ചൊല്ലുന്ന ഓരോ ആത്മാവിനെയും അവരുടെ മരണസമയത്ത് എൻ്റെ മഹത്വം എന്ന നിലയിൽ ഞാൻ സംരക്ഷിക്കും. അല്ലേ? അപ്പോൾ 3 മണി എന്ന സമയത്ത് നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. കരുണയുടെ ജപമാല ചൊല്ലിയാലും ദണ്ഡവിമോചനമുണ്ട്. അതുപോലെ തന്നെ ഒരു സമ്പൂർണ്ണ ജപമാല അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു ജപമാല ചൊല്ലുന്നതിലൂടെ വിശ്വാസ പ്രമാണം, 5 രഹസ്യങ്ങൾ, ലുത്തിനിയ, പരിശുദ്ധ രാജ്ഞിയുടെ പ്രാർത്ഥന, എത്രയെന്നുള്ള ഇതിന് ഓരോന്നിനും ദണ്ഡവിമോചനമുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് വിശ്വാസത്തിന് അകന്നു പോകുന്നത് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ടാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് ഇത് ചൊല്ലിയാലും ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. കരുണക്കൊന്ത ചൊല്ലുകയാണെങ്കിൽ ദൈവകോപം മാറിപ്പോകും. അല്ലേ? ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ ആക്രമിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കരുണക്കൊന്ത ചൊല്ലണം, ജപമാല ചൊല്ലി പ്രാർത്ഥന. ചിലരൊരു കാര്യമുണ്ട്, എളുപ്പം സാധിക്കുന്ന ഒരു ജപമാല ഏതാണെന്ന് വെച്ചാൽ കരുണക്കൊന്തയാണ്.
അപ്പോൾ ഒരു ജപമാല ചൊല്ലുന്ന സമയം കൊണ്ട് നമുക്കൊരു 5 കർണക്കൊന്ത ചൊല്ലി തീർക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, പാഷണ്ഡതകൾ തിരുസഭയിൽ കടന്നു വന്ന സമയത്ത് പാഷണ്ഡതകളെ ഇല്ലാതാക്കാൻ വേണ്ടി ഡൊമിനിക്കിന് ജപമാല കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാഷണ്ഡതയിൽപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ആരാണ്? അഗസ്തീനോസിൻ്റെ അമ്മ നിരന്തരമായി പ്രാർത്ഥന വഴിയായിട്ട് അവൻ ആ പാഷണ്ഡതയിൽ നിന്നും മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരോട് കൃത്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ധ്യാന കേന്ദ്രത്തിലെ വൈദികൻ എല്ലാ ധ്യാനം കഴിയുമ്പോൾ എന്താണെന്ന് അറിയാമോ? എല്ലാ ധ്യാനം കഴിയുമ്പോൾ ജനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് 7 കർണക്കൊന്തയും 4 ജോമാലയും ചൊല്ലണമെന്ന് പറയും. ആ ധ്യാനം അവസാനിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ ചെയ്യുന്നൊരു കാര്യമാണ് മനസ്താപ്രകടനം ചൊല്ലാന്ന്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേ? ഒരു കേരളത്തിൽ ഒരു ധ്യാന കേന്ദ്രത്തിലാണത് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ, നമ്മളെ വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃപ നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഡാമിലൂടെ ഒഴുകുന്ന വെള്ളം, ഡാമിലൂടെ ഒഴുകി വരുമ്പോൾ ഒരു മരം വീണ മതി, എന്തുണ്ടാവും? ആ ഡാമിൻ്റെ വെള്ളം നമുക്ക് കിട്ടാൻ തടസ്സമായിരിക്കും. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ആ പുരോഹിതൻ കൺവെൻഷൻ തീരുന്ന സമയത്ത് എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ധ്യാനത്തിൻ്റെ അവസാന ദിവസം പറയും, നമുക്കൊന്ന് ചേർന്ന് മനസ്താപരണം ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന്. നമ്മൾ അറിയാതെയും അറിഞ്ഞും ദൈവത്തോട് ശത്രുതയിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കർണക്കൊന്ത ചൊല്ലുകയാണെങ്കിൽ ദൈവകോപം മാറിപ്പോകും. അളവറ്റ ദൈവകരുണ ആ ആത്മാവിനെ പുൽകുകയും ചെയ്യും. എൻ്റെ മകൻ്റെ അതിദാരുണമായ പീഡകളെ പ്രതി എൻ്റെ അനുകമ്പാർദ്ധമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നു വിടും. ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ചെയ്യുന്ന പ്രകാരമാണ്. ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കാൻ വരുന്നവരെ എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് മുകളിൽ കയറ്റി പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ ധ്യാനകേന്ദ്രത്തിൻ്റെ അടിയിൽ പോയി കിടന്ന് പ്രാർത്ഥിക്കും. കാരണം എന്താ? അടിയിൽ നിന്ന് തീ കൊടുക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ധ്യാനിക്കുന്ന എല്ലാ വ്യക്തികളുടെയും പേരെഴുതിയിട്ട് പോയിട്ട് ഈ ദേവാലയത്തിൻ്റെ, ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ അടിയിൽ വലിയൊരു ചാപ്പലാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചാപ്പലാണ്. ആ ചാപ്പലിൽ പോയി കിടന്നിട്ട് എന്താ, കർത്താവേ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണം, കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ ധ്യാനകേന്ദ്രത്തിൽ അനേകം ജനങ്ങളാണ് ധ്യാനിക്കുന്ന. 4-5 കൊല്ലം അവർ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ധ്യാനിക്കാൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. കാരണം എന്താ? ആ പുരോഹിതൻ്റെ വലിയ തീഷ്ണതയാണ്, കർത്താവേ ഇവരെ തീഷ്ണമതികളാക്കി അയക്കണമേ. വലിയ ഭക്ഷണമൊന്നും കിട്ടില്ല. കാരണം വില കഞ്ഞിയോ വില ചമ്മന്തിയോ അല്ലെങ്കിൽ വില കഞ്ഞിയോ അല്ലെങ്കിൽ പയറൊക്കെ ഉണ്ടാവുള്ളൂ. ഹല്ലേലൂയ. കഞ്ഞി ഭക്ഷണം നല്ലത് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നിപ്പോൾ എന്താണ് ഭക്ഷണത്തിൻ്റെ കാര്യം എന്നാണ് ഇഷ്ടപ്പെട്ടു. കാരണം 2 തവണ ആ വൈദികൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴാണ് വലിയൊരു ചാപ്പൽ. ആ ചാപ്പലിൻ്റെ മുകളിലാണ് ധ്യാനകേന്ദ്രം. കാരണം എന്താ? കർത്താവ്, ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ ബലിപീഠയുടെയും ജനത്തിൻ്റെയും മധ്യ കിടന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇവിടെ പറയുന്ന പ്രകാരമാണ്, ഈ പൗസ്റ്റീനോട് പറയാണ്, മകളെ നിന്നെ ഞാൻ കരുണയുടെ സെക്രട്ടറി ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നീ ചെയ്യേണ്ടത് ഇതാണ്, എൻ്റെ കരുണയെക്കുറിച്ച് ലോകമെങ്ങും പ്രഘോഷിക്കുക. എൻ്റെ കരുണയെക്കുറിച്ച് നീ ലോകമെങ്ങും പ്രഘോഷിക്കുക. മാതാവിൻ്റെ സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ 213 പേജിൽ ഇപ്രകാരം പറയാണ്. കാരണം ഞാൻ ഇന്ന് എന്ത് പ്രസംഗിക്കണമെന്ന് ഇങ്ങനെ എടുത്തപ്പോൾ പറയാണ്, കരുണയെക്കുറിച്ച് പ്രസംഗിക്കുക. ഹല്ലേലൂയ. ഈശോ പ്രകാരം പറയാണ്, പരിശുദ്ധ അമ്മ വഴി എൻ്റെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രകാരം പറയാൻ, എൻ്റെ കുഞ്ഞെ, എൻ്റെ വിപുല ഹൃദയം മനുഷ്യർക്ക് വേണ്ടി രക്തം വാർക്കുകയാണ്. രക്തം വാർക്കുന്നതെന്ന് പറഞ്ഞാൽ കരുണ കാണിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് പറയാൻ, എൻ്റെ എല്ലാ പാവപ്പെട്ടവരെയും അതിൻ്റെ ചൂളയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ അത് ആഗ്രഹിക്കുന്നു. എൻ്റെ
നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ആരുടെ നിയോഗങ്ങൾക്കായി? പരിശുദ്ധ അമ്മയുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ നിയോഗം എന്താ? പാപത്തിൽ ആണ്ടു പോകുന്ന ഈ ലോകത്തെയും ഈ ലോകത്തിലെ മാനവരാശിയെയും രക്ഷിക്കണം. അല്ലേരിയാം. തൊട്ടടുത്ത് പറയാ, എൻ്റെ ചെറിയ കുഞ്ഞെ ഒരു പ്രത്യേക ദൗത്യം നിന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്നു. എന്താണ് ദൗത്യം എന്ന് പറയുമോ? ആ ദൗത്യം ഇതാണ്: എൻ്റെ കരുണയുടെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. അല്ലേ? എൻ്റെ കരുണയുടെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. അത് ഇപ്രകാരം പറയാണ്: വൈദികരിലേക്കും രോഗികൾക്കും പാപികളിലേക്കും അബദ്ധ സിദ്ധാന്തത്തിലുള്ളവരിലേക്കും എത്തിക്കുക. ഇപ്പോൾ സഹോദരി ഇവിടെ പറഞ്ഞ ഇപ്രകാരമാണ്: അച്ഛനിങ്ങനെ പറയുന്ന സമയത്ത് ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ അച്ഛന്മാരും അങ്ങനെ പറയുന്നില്ല. കാരണം അത് അച്ഛന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കരുണയെക്കുറിച്ച് അവർക്ക് മനസ്സിലാവും. അപ്പം എന്തു പറയും? കരുണ പ്രസംഗിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന കുറിച്ച് ചെന്ന് കഴിയുമ്പോഴത്തുണ്ട് പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലേ? പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം പാപം എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ ഉപേക്ഷിക്കുന്ന പാപം. ഹല്ലേലൂയ. ദൈവത്തെ ഉപേക്ഷിക്കുന്നതാണ് പാപം. അപ്പോൾ ദൈവത്തെ ആ പാപത്തെക്കുറിച്ചല്ല പറയുന്നത്. നീ കള്ളു കുടിക്കരുത്, ചീട്ട് കളിക്കരുത്, നീ പുക വലിക്കരുത്, അതൊക്കെ പറയുന്നുണ്ട്. ഒരാൾ പുക വലിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ നഷ്ടപ്പെട്ടത് ഏതാ? ആത്മാവിനെ കുറിച്ചാണ് പറയേണ്ടത്. അല്ലാതെ കയറി വന്നവനെ കുറിച്ചല്ല പറയേണ്ടത്, ഇറക്കി വിട്ടവനെ കുറിച്ചാണ്. അതുകൊണ്ട് പറയാണ്, എൻ്റെ കരുണ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. വൈദികരിലേക്കും രോഗികളിലേക്കും പാപികളിലേക്കും അപസന്ധക്കാരിലേക്കും അവരെ എന്നിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഇപ്പോഴല്ല, പിന്നീട്. ഇപ്പോൾ എനിക്ക് ആവശ്യം നിൻ്റെ പ്രാർത്ഥനയും വിശ്വസ്തതയുമാണ്. അല്ലെങ്കിൽ എൻ്റെ മനോഹരമായ ജപമാല മണികളിൽ മുറുകെ പിടിക്കുക. അപ്പോൾ ഏത് മണിയാ? ജപമാല. കരുണയുടെ മാത്രമാണോ? അല്ല, ജപമാല. എന്നിട്ട് പറയാണ്, സ്നേഹപൂർവ്വം അത് പ്രാർത്ഥിക്കുക. ഓരോ രഹസ്യങ്ങളുടെയും കൃപകൾ നിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ അനുവദിക്കണം. എൻ്റെ കുഞ്ഞെ, നീ ആവശ്യപ്പെടാതെ എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരിടം നൽകാൻ എനിക്ക് സാധിക്കുകയില്ലേ? അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ, കർണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാൽ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈശോ സ്വർഗത്തിൽ ഒരിടം നമുക്ക് നൽകപ്പെടും. എന്നിട്ട് പറയാണ്, ഞാൻ ക്ഷണിക്കുകയാണ്, പ്രാർത്ഥിക്കുക, നിനക്ക് സമാധാനം. നമ്മുടെ പരിശുദ്ധ കരുണയുടെ ജപമാലയുടെ ലുത്തിനെ എടുത്ത് നോക്കിയാൽ ആ ലുത്തിനയിലെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറടമായ ദിവ്യകാരുണ്യമെന്ന്. അല്ലല്ലേ? നമ്മളെല്ലാവരും ഓരോ സെക്രട്ടറിമാരാകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. കാരണം വൈദികരിലും രോഗികളും എന്തോ വൈദികരെടുത്ത് പറയുന്നത് എന്തായിരിക്കും? പഠിപ്പിക്കുക എന്നുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് വൈദികരിലാണ്. ഒരു പുരോഹിതൻ ഉണർന്നു കഴിഞ്ഞാൽ എന്തുണ്ടെന്ന് വെച്ചാൽ 5 വ്യക്തികൾ ഉണരുന്നതിനേക്കാളും വലുതാണ് ഒരു പുരോഹിതൻ ഉണരുന്നത്. കാരണം എന്താ? ആ ഇടവകയെ ഉണർത്താനായിട്ട് ആ പുരോഹിതന് സാധിക്കും. എന്ന് വിചാരിച്ചാൽ അമ്മര് വേണ്ടെന്നല്ല, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ കാലഘട്ടത്തിൽ സഭ വൈദികരെയും സന്യസ്തരെയും സഭയിലെ ശ്രേഷ്ഠന്മാരെയും ഉണർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു തീ എന്തു ചെയ്യും? സഭയിൽ കത്തി പടരും. അത് ഏത് തീയായിരിക്കും? പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയായ തീയായിരിക്കും. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തുക. കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിച്ച് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തി അവരുടെ നാമത്തെ വിളിക്കട്ടെ. അവരുടെ നാമത്തിനെ വിളിക്കട്ടെ. കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി അവന്റെ മുറിവിൽ നിന്നൊഴുകുന്ന ആ തിരുരക്തം, അവനെ മുറിവിൽ നിന്നൊഴുകുന്ന ആ തിരുജലം നമ്മുടെ മേലൊഴുകട്ടെ.